കുംഭമേളയ്ക്കായുള്ള തീർത്ഥാടക പ്രവാഹം പ്രയാഗ്രാജിലേക്ക് തുടരുകയാണ്. ഇന്നലെ വരെയുള്ള ഉത്തർപ്രദേശ് സർക്കാരിന്റെ കണക്കനുസരിച്ച് 6 കോടിയോളം ആളുകൾ പ്രയാഗ്രാജിലെത്തി മടങ്ങി. ഗംഗയുടെയും യമുനയുടെയും തീരങ്ങളിൽ സ്നാനഘട്ടങ്ങളെല്ലാം സജീവമാണ്. മനോഹരമാണ് പ്രയാഗ്രാജിലെ പ്രഭാതങ്ങൾ. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രഞ്ജിത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ കാണാറുണ്ട്. ശരീരം വിറപ്പിക്കുന്ന തണുപ്പ് മുതൽ തണുപ്പിന് ആശ്വാസം നൽകുന്ന തീ കായൽ വരെയുള്ള ഒരുപാട് ദൃശ്യങ്ങൾ ഇവിടെ അനുഭവങ്ങളുടെ ഓർമ്മകൾ സമ്മാനിക്കുന്നു നമുക്ക് ഓരോരുത്തർക്കും. കോടിക്കണക്കിന് ഭക്തർ വന്ന് മടങ്ങുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ആദ്യം മുതലേ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനം ശുചിത്വം എന്നുള്ളതാണ്. രാവിലെ മുതൽ ഏതാണ്ട് രാത്രി പാതിരാത്രി വരെ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിരിക്കുന്ന ഒരു വിഭാഗമാണ് ഈ തൊഴിലാളികൾ. ഇവരൊക്കെ ഇവിടെ ഓരോ പ്രദേശവും വളരെ വൃത്തിയാണ്. ഇവിടെ നമ്മളത് അത്ഭുതമാണ്. പലപ്പോഴും വളരെ വൃത്തിയായി തന്നെയാണ് പ്രയാഗ്രാജും പരിസര പ്രദേശങ്ങളും ഇവർ കാത്തു സൂക്ഷിക്കുന്നത്. അതിന്റെ പിന്നിലുള്ള അധ്വാനിക്കുന്ന ഈ തൊഴിലാളികൾ തന്നെയാണ് പ്രധാനം. അവർ രാവിലെ മുതൽ രാത്രി വരെ സുബह से भी काम हो गया भैया? कितना बजे तक ऐसा ये क्लीन करेगा? ये अब शाम को 6 बजे तक 6 बजे तक होगा. इधर तो बहुत नीचे पूरा अच्छा लग रहा है. आप लोग ऐसा कर रहे हैं इसलिए. कैसा है आपका वो आज का मेला कैसा है? मस्त है. कल का बहुत ज्यादा था. आज तो थोड़ा कम है. आज का कम. അതാണ് ഇന്നിപ്പോൾ അല്പം തിരക്ക് കുറവാണ്. ഇന്നലെയൊക്കെ അത്ഭുതകരമായ തിരക്കായിരുന്നു. പക്ഷെ എങ്കിലും ഇവരുടെ ജോലിക്ക് ഒട്ടും കുറവില്ല. ഇവർ വളരെ ആക്റ്റീവായി തന്നെ ഇവരുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. संगम कितने किलोमीटर है इधर से? संगम यहाँ से समझो जहाँ संगम घाट है ना वहाँ 3 से 3.5 किलोमीटर पड़ता है. उसको कितना पैसा में जाएगा? लास्ट पैसा बोलो उसको. 200 रुपए दे दे. 200 रुपये में जा रहे ना. हम पैदल जावे फिर 150 लेना हो तो चलो. खुला रेट चल रहा है. मोदी का राज है बाबू. बहुत समझाता है. इसमें मोदी क्या संवाद है? चलो मोदी है बहुत बना दी इसकी. देखो ना प्रयाग हो गया. तुमको नहीं രാവിലത്തെ ചെറിയൊരു ചെറിയൊരു തർക്കമാണ് നമ്മൾ കണ്ടത്. ഇവിടെ നിന്ന് ഞങ്ങൾ നിൽക്കുന്ന മീഡിയ സെന്റർ അടുത്ത് നിന്ന് സംഗമിലേക്ക് ഏതാണ്ട് 3-3.5 കിലോമീറ്റർ ദൂരമുണ്ട്. 300 രൂപയാണ് ആവശ്യപ്പെട്ടത്. ഏറ്റവും ഒടുവിൽ 150 രൂപയ്ക്ക് സമ്മതിച്ച് അവരങ്ങോട്ട് യാത്ര ചെയ്യുകയാണ്. ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ പ്രദേശത്ത് വാഹനങ്ങളൊക്കെ വലിയ പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് റിക്ഷയാണ്, ഈ പറഞ്ഞ സൈക്കിൾ റിക്ഷയാണ് ഏറ്റവും പ്രധാനമായി ഉപയോഗിക്കുന്നത്. അദ്ദേഹം ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ആളാണ്. അപ്പോൾ कितना साल से इधर काम करता है? यहाँ तो मैं कम से कम 32 से 33 साल तक रिक्शे चला रहा हूँ. कितना रिक्शा होगा पूरा इधर? अब ये रिक्शे की वो तो नहीं बताएंगे. यहाँ तो मेला में जो जादू चाहते रिक्शे है. ये साइकिल रिक्शा नहीं है. അപ്പോൾ പ്രഭാതത്തിൽ നമ്മൾ ഇറങ്ങിയപ്പോൾ കണ്ട ഒരു കാഴ്ച ഇതാണ്. ഇങ്ങനെ ഒരുപാട് പ്രഭാത കാഴ്ചകൾ നൽകുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ പ്രയാഗ്രാജ്. പ്രയാഗ്രാജിലെ പ്രഭാതങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്ന വേറൊരു സംഗതിയാണിത്. ഇത് നമുക്ക് എന്താണെന്നറിയാമോ? ഇത് നമ്മുടെ വേപ്പിന്റെ കമ്പാണ്. നമ്മുടെ വേപ്പിന്റെ കമ്പാണ്. ഇത് ഇവർ ഉപയോഗിക്കുന്നത് പല്ല് തേക്കാനാണ് എന്നുള്ളതാണ്. നമുക്ക് പേസ്റ്റും ബ്രഷും ഒക്കെ ഉപയോഗിച്ചാണ് നമ്മൾ കൂടുതലും പല്ല് തേക്കുന്നതെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം ഇതാണ്. ലോഗ് പൂര ലേക്ക് जा रहे हैं? नहीं, हाँ मतलब ले जा रहे हैं. कल 1 रुपए में जा रहे हैं. मिलता है आदमी लोग लेता है. हाँ लोग ले रहे हैं. इधर का आदमी कोई पेस्ट ब्रश नहीं डालता? नहीं, पूरा यही करते हैं. मतलब फिलहाल ब्रश नहीं करते हैं. और अच्छा है. हाँ अच्छा है, अच्छा रहता है. ये ब्रश से तो अच्छा ही रहता है. खास क्या करने के लिए मान लो दांत को जो पोषण देता है ना. साफ रहते हैं. आपका दांत बहुत सफाई है. दिखाओ, बहुत सफा है. इसलिए करता है. कैसे करता है? കുറച്ചിങ്ങോട്ട് മാറിയ ഇങ്ങനെ ചില കാഴ്ചകളും കാണാം. ഇത് നമ്മുടെ നാട്ടില് അപൂർവമായ കാഴ്ചയാണ്. കാരണം ഭയങ്കര ശക്തമായ തണുപ്പ്. രാവിലെ ഭയങ്കര തണുപ്പാണ്. അപ്പൊ തണുപ്പിൽ ഇങ്ങനെ ഇരുന്ന് തീ കായുക എന്ന് പറയുന്നത് അത് വേറൊരു രസമാണ്. അത് ആ തണുപ്പ് അങ്ങോട്ട് മാറ്റുക. കൈസ बहुत ठंडा है. बहुत ठंडा है. यस आज ठंडी ज्यादा है.
അതുകൊണ്ട് തന്നെ ഈ തണുപ്പ് കായുന്ന കുറേ ആളുകളെ കാണാം. അപ്പം തൊട്ടടുത്ത് തന്നെ നല്ല ചൂട് ചായയും കിട്ടും. ഈ ചൂട് ചായയും കുടിച്ച് അങ്ങനെ തണുപ്പ് കായുന്ന കുറേ ആൾക്കാരെ കാണാം. അങ്ങനെ രസകരമായ ഒരുപാട് കാഴ്ചകൾ ഈ ഇവിടുത്തെ മങ്ങിയ പ്രഭാതത്തെ കുറച്ചുകൂടി സജീവമാക്കുന്നുണ്ട്. നല്ല സുന്ദരൻ ചായയോടി നമ്മുടെ ജോലിക്ക് ഒരു ഉന്മേഷത്തിനായിട്ട് ഈ ചായ കുടിച്ചങ്ങോട്ട് തുടങ്ങാം. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത്ത് രാമേന്ദ്രൻ, പ്രയാഗ്രാജ്. നൈസായിട്ട് തണുപ്പിൽ ചൂട് കായാനൊക്കെയുള്ള ശ്രമമാണ് നടത്തിയതെന്ന് ഞങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട്.